എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ തന്നെ വൺ ഓഫ് ദി സ്പെക്ടക്കുലർ സീസണൽ ഗാർഡൻസ് ആയ ബ്ലൂ ലോട്ടസ് വാട്ടർ ഗാർഡനിലേക്കാണ്. മെൽബണിൽ നിന്ന് 1.5 മണിക്കൂർ ട്രാവലിംഗ് ഡിസ്റ്റൻസിലുള്ള ഇഹാര വാലിയിലാണ് ഈ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും 26 ഡിസംബർ മുതൽ 21 ഏപ്രിൽ വരെയാണ് ഇത് സഞ്ചാരികൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. 14 ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ ഗാർഡനിലെ ഏറ്റവും വലിയ അട്രാക്ഷൻ അതിലെ കുളങ്ങളിൽ പൂത്തൊലിഞ്ഞു നിൽക്കുന്ന താമരയും ആമ്പലും തന്നെയാണ്. അവയെ കൂടാതെ വിവിധ ഇനത്തിലുള്ള പൂച്ചെടികൾ വേറെ ഉണ്ടെങ്കിലും നമ്മളുടെ അട്രാക്ഷൻ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ താമരയിലേക്കും ആമ്പലിലേക്കും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അകത്തേക്ക് കയറാനുള്ള എൻട്രി. കയറി ചെല്ലുമ്പോഴേ വിൽക്കാനുള്ള താമരകളും മറ്റ് ചെടികളും ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ അവിടുന്ന് താമരയും ആമ്പലും ഒക്കെ മേടിച്ചുകൊണ്ട് പോരാം. അതിനോട് ചേർന്ന് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. $26 അഡൾട്ടിൻ്റെ ചാർജ്. പിള്ളേർക്ക്, അതായത് 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് നടന്നു. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന നീല ആമ്പലില്ലേ, അതിൻ്റെ ഒരു കുളമാണ് നമ്മളിവിടെ വെൽക്കം ചെയ്തത്. അവിടുന്ന് നമ്മൾ നേരെ നടന്നെത്തുന്ന ഒരു സാമാന്യ വലിപ്പമുള്ള വലിയ കുളത്തിലേക്കാണ്. അതിൻ്റെ ഒത്ത നടുക്ക് താമരയുടെ ഷേപ്പിലുള്ള ഒരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. അതേപോലെ തന്നെ ആ കുളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ അകത്ത് താമരയും ആമ്പലും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നട്ടുവച്ചേക്കുന്നത്. ഇതാണ് താമര വിത്ത്. ഇത് മെഡിസിനായിട്ടും ഫുഡായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. 60 വർഷത്തിന് മുകളിൽ ഹിസ്റ്ററിയുള്ള ഒരു ഗാർഡൻ കൂടിയാണിത്. 1960 മുതൽ 1990 വരെ കൊക്രെയിൻ ഫാമിലിയുടെ അണ്ടറിലായിരുന്നു ഈ ഒരു ഗാർഡൻ. ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും വെജിറ്റബിൾ നടാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ ഒരു ഫാം ലാൻഡ് ക്രിയേറ്റ് ചെയ്തത്. പ്രത്യേകിച്ചും ചൈനീസ് ക്യാബേജ്. 1990കളിൽ ആ ഫാമിലി മെമ്പറിൽ ഒരാളായ ജെഫാണ് ഈ പച്ചക്കറി കൃഷിയൊക്കെ മാറ്റി ഒരു മീൻ കൃഷി തുടങ്ങിയാലോ എന്ന് വിചാരിച്ച് ആദ്യമായിട്ട് അവരൊരു പോണ്ട് കുഴിക്കുന്നത്. അതായിരുന്നു ലോട്ടസ് ലേക്ക്. മീൻ വളർത്തുന്നതിനോടൊപ്പം തന്നെ ജെഫ് കുറേ താമരകളും ആമ്പലുകളും ആ കുളത്തിൽ നട്ടുവയ്ക്കുകയും പിൻകാലത്ത് അത് പൂവിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ വളരെയധികം അട്രാക്ഷൻ തോന്നുകയും അങ്ങനെ മീൻ കൃഷി മാറ്റി ഈ താമര ആമ്പലും കൃഷി ചെയ്താലോ എന്നുള്ള ആശയം വരികയും ചെയ്തു. അങ്ങനെ 2000-2001 കാലഘട്ടത്തിൽ ജെഫ് ഈ മെയിൻ ലോട്ടസ് പോണ്ടിനോട് ചേർന്ന് തന്നെ ഒരുപാട് ചെറിയ പോണ്ടുകൾ കുഴിക്കുകയും ലാൻഡ്സ്കേപ്പിംഗ് നടത്തുകയും ചെയ്തു. അങ്ങനെ 5 വർഷത്തെ കഠിന പരിശ്രമത്തിന് ശേഷം നിറയെ പൂക്കളോട് കൂടിയ ഈ ലോട്ടസ് ഗാർഡൻ പബ്ലിക്കിന് തുറന്നു കൊടുത്തു. ഇതാണ് നമ്മുടെ ലോട്ടസ് ലേക്കിൻ്റെ ഹിസ്റ്ററി. ഞാൻ വീഡിയോകളിലും ഫോട്ടോകളിലും മാത്രം കണ്ടിട്ടുള്ള ജയൻറ്റ് വാട്ടർ ലില്ലിയുടെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. വിക്ടോറിയ ആമസോണിക്ക എന്ന ബൊട്ടാണിക്കൽ നെയിമിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ഇലകൾക്ക് 3 മീറ്റർ വരെ വീതി ഉണ്ടാവും. അതിന് ഒരു ചെറിയ ബേബീനെ താങ്ങി നിർത്താനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ജെയിൻറ്റ് വാട്ടർ ലില്ലി പൂവിട്ടിരുന്നില്ല. പക്ഷെ അതിൻ്റെ മുട്ട് വെള്ളത്തിനടിയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു. കണ്ടില്ലേ, 4 മുട്ടുകൾ. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ ഡെക്ക് അടിച്ചിട്ടുണ്ട്. കുളങ്ങളുടെയൊക്കെ മുകളിൽ കൂടെ ചെറിയ വുഡൻ പാലങ്ങളുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മുകളിൽ കൂടെയൊക്കെ നടന്ന് ഈ പൂവുകളൊക്കെ കുറച്ചുകൂടി ഭംഗിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. ഇത് കുറച്ചുകൂടെ വലിപ്പമുള്ള വേറൊരു കുളമാണ്. ഇതിൻ്റെ അകത്ത് നിറയെ താമരകൾ മാത്രമേ ഉള്ളൂ.
കുളത്തിൻ്റെ നടുക്കൂടെ തന്നെ ഒരു പാലം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തിലേക്ക് കയറി നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ 2 സൈഡിലും നിറയെ പൂത്തിലഞ്ഞ് കാട് പോലെ നിൽക്കുന്ന താമരകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.